ആരവൻ? അവനോ? ബഹുമാനത്തോടെ സംസാരിക്കടാ. മഹാനല്ലേ മഹാൻ. ഈ പാരഡി ഗാനത്തിൽ കേസെടുത്തത് ഇടത് അനുകൂലികളായ ചിലരെങ്കിലും അത് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും ആ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? ഇത് കേസെടുത്തത് ശരിയായോ എന്ന് ചോദിക്കുന്നത് ഇടതുപക്ഷത്ത് നിൽക്കുന്നവർ കൂടിയാണ്. യഥാർത്ഥത്തിൽ അത് വീണ്ടും ജനഹൃദയങ്ങളിൽ ഒരിക്കൽ കൂടി ആ പാട്ടിന്റെ വരികൾ സ്ഥാപിക്കാൻ സഹായിക്കില്ലേ? ഇങ്ങനെയൊരു നീക്കം തിരിച്ചടിയാവില്ലേ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടി പരാതി കൊടുക്കാൻ പോകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, നമുക്ക് ശബരിമലയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തേക്കാം. ഞങ്ങളുടെ ഒളിച്ചു പോകാൻ പോകണം. ആദ്യം ഇപ്പോൾ ഇവിടെ കേൾപ്പിച്ചൊരു ശബ്ദമുണ്ടല്ലോ, ചാണ്ടി ഉമ്മൻ്റെ പോറ്റിയെ കയറ്റിയത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്താണ്. ഞങ്ങൾക്ക് തന്നെ ഉത്തരവാദിത്തം. ആ പോറ്റിയെ പ്രയാർ ഗോപാലകൃഷ്ണൻ, ഉമ്മൻചാണ്ടി സാർ നിയമിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ ശബരിമല മാത്രമല്ല കയറ്റിയത് കേട്ടോ. സോണിയാഗാന്ധിയുടെ കയ്യിൽ ഈ സ്വർണം കൊണ്ടുള്ള ബ്രേസ്ലെറ്റ് കെട്ടാൻ ആന്റണിയും അടൂർ പ്രകാശ് കൂടെ അവിടെ കൊണ്ടുപോയി സോണിയാഗാന്ധിയുടെ വീട്ടിലും കയറ്റി ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു. എനിക്കിത് ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോ പറഞ്ഞ അപ്പൊ ഈ കള്ളം പോറ്റിയെ ഈ അടിച്ചുപോയ സ്വർണത്തിന്റെ ഒരു ഭാഗമാണോ സോണിയാഗാന്ധിയുടെ കയ്യെ കൊണ്ട് കെട്ടിയത്? ഈ കള്ളം പോറ്റി ഗോപാലകൃഷ്ണന്റെ സമയത്ത് മുഴുവൻ സമയം അനിൽകുമാറിന് കൊടുക്കുന്നത് എനിക്ക് സന്തോഷമുള്ള, കാരണം പുള്ളി സംസാരിച്ചാൽ ഞങ്ങൾക്കൊരു 10 വോട്ട് കൂടുതൽ കിട്ടും. പുള്ളി ആ ലതിക സുഭാഷിനെ കൊണ്ട് നടന്നിട്ട് അവസാനം എവിടെ എത്തിയെന്നില്ല. അപ്പൊ പുള്ളി ഇറങ്ങിയാൽ ഞങ്ങൾ ജയിച്ചു എന്ന് കുറച്ചുകൂടി ഉറപ്പിക്കാൻ പറ്റും. ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനറല്ലേ അനിൽകുമാർ, ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനറല്ലേ. പുള്ളിക്ക് സമയം കൊടുക്കുക, എനിക്ക് വേണ്ട സമയം, അങ്ങനെ കൊടുക്ക്. അല്ല, എന്തായാലും ചോദ്യം ചോദിച്ചതല്ലേ, മറുപടി പറഞ്ഞു പോകാം. ശ്രീ രാജു പി നായർ. എന്നാ ശരി, അങ്ങനെ ഇപ്പൊ അനിൽകുമാർ ചോദിച്ചോണ്ടെങ്കിൽ ഞാനങ്ങ് പറഞ്ഞേക്കാം. പുള്ളിക്ക് ഈ സ്വപ്ന സുരേഷ് ക്ലിഫ് ഹൗസിൽ ചെന്നപ്പോഴത്തേക്ക് മറ്റേ കുറെ ആഭരണങ്ങളൊക്കെ കൊടുത്തല്ലോ, ആ ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് ഈ സംസാരം മുഴുവൻ. പുള്ളിയുടെ പ്രശ്നം അതാണ്. ഈ സ്വർണം എന്ന് പറയുമ്പോൾ അപ്പം തന്നെ പുള്ളിയുടെ തലയിലേക്ക് സ്വപ്ന സുരേഷ് അങ്ങ് കയറി വരും. അങ്ങനെ സ്വപ്ന സുരേഷ് കയറി വരുമ്പോഴത്തേക്ക് പുള്ളി ആ സ്വപ്ന സുരേഷ് മറ്റേ ഷാർജയിലെ ഷെയ്ഖിനെ വഴിതെറ്റിച്ച് ക്ലിഫ് ഹൗസിൽ കൊണ്ടുവന്നു, അവിടെ വെച്ച് എന്തൊക്കെയോ ആഭരണങ്ങളൊക്കെ കൊടുത്തു എന്നില്ലേ. നാട്ടുകാർ മുഴുവൻ ഈ സ്വർണത്തിന്റെ പുറകെ നടക്കാന്ന് ഇദ്ദേഹത്തിന്റെ വിചാരം. സ്വർണം വിജയനെ പോലെ, സ്വർണം കണ്ടാൽ അപ്പൊ തന്നെ എന്ത് കള്ളത്തരവും കാണിക്കുന്ന സ്വർണം വിജയനെ പോലെ അല്ല കേരള രാജ്യത്തെ ആൾക്കാരൊന്നും. നാട്ടിൽ മുഴുവൻ പാട്ടേ. എനിക്ക് സത്യം പറഞ്ഞാൽ പാടാൻ അറിയില്ല. ഞാൻ എന്റെ പ്രേക്ഷകരെ, നിങ്ങളുടെ പ്രേക്ഷകരെ കൂടി വെറുപ്പിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് ആ പാട്ട് ഇപ്പൊ പാടാത്തത്. അല്ലെങ്കിൽ നാട്ടിൽ കൊച്ചുകുട്ടികൾ പോലും ഇപ്പൊ പാട്ടാ, ഫേസ്ബുക്ക് തുറക്കാൻ വഴിയാ ഈ പാട്ടേ ഉള്ളൂ. നിങ്ങൾ യൂട്യൂബിൽ നിന്നൊക്കെ മാറ്റിക്കോ. ഞങ്ങൾ പത്രസമ്മേളനങ്ങളും ഞങ്ങളുടെ പരിപാടികളും പുറത്ത് റോഡ് ഷോ നടത്തിയും ഞങ്ങൾ ഈ പാട്ടങ്ങ് പാടും. യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലെ പാരഡി ഗാനം എന്ന് പറഞ്ഞ് തീർന്ന് ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തീർന്നു പോകേണ്ടവര് ഇവര് കുഴിയിലേക്ക് കൊണ്ട് സ്വയം ചാടുന്നതിന് തുല്യമല്ലേ? അത് പിന്നെ അല്ല, ശുദ്ധ പോകരുതരം തന്നെ. അരുൺകുമാർ ഒരു കാര്യം ഞാനൊരു ചോദ്യം ചോദിച്ചു, ഉത്തരവില്ല. എന്നിട്ട് ഞങ്ങളെ പള്ളു പറഞ്ഞു, ഇത്തരം ഒരു ചർച്ചയ്ക്കൊന്നും ഞങ്ങളെ വിളിക്കരുത്. ഞാൻ കൃത്യമായിട്ട് പറയാണ്, നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ കള്ളം പൂട്ടി സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയതിന് ഉത്തരവുണ്ടോ? സോണിയാഗാന്ധിയുടെ വീട്ടിലാണ്. അരുൺ കേൾപ്പിച്ച ചാണ്ടി ഉമ്മന്റെ ശബ്ദം സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയതിനാണ്. അതാണ് എന്റെ ചോദ്യം. കള്ളൻ പോറ്റിയുടെ കയ്യിലെ ബ്രേസ്ലെറ്റ്, ആ കള്ളൻ പോറ്റിക്ക് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസ്, കള്ളം പോറ്റിക്ക് കൂട്ടുനിൽക്കുന്ന ആന്റണി, കള്ളം പോറ്റിക്ക് കൂട്ടുനിൽക്കുന്ന അടൂർ പ്രകാശ്, ആ കള്ളന്മാർക്ക് കഞ്ഞിവെച്ച് കൊടുക്കുന്ന വി.ഡി. സതീശൻ. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് ഇന്ന് ഒളിച്ചോടി. എന്തിനൊളിച്ചോടി? കടകംപള്ളി സുരേന്ദ്രൻ കേസ് കൊടുത്തപ്പോ എവിടെ തെളിവ്? കൊണ്ടുവന്നോ തെളിവ്? രമേശ് ചെന്നിത്തല 500 കോടി രൂപ എവിടെയാ? 500 കോടി രൂപ രമേശ് ചെന്നിത്തല എവിടെയാണ്? അതുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ ചോദ്യം, സോണിയാഗാന്ധിയുടെ കയ്യില് ഈ കള്ളം പോറ്റി എന്തിന് ബ്രേസ്ലെറ്റ് കെട്ടി? സോണിയാഗാന്ധിയുടെ കയ്യിൽ കള്ളം പോറ്റിയെ കൊണ്ട് ബ്രേസ്ലെറ്റ് കെട്ടിച്ച് സോണിയാഗാന്ധിയുടെ അന്തഃപുരത്തിൽ ഈ കള്ളം പോറ്റിയെ കെട്ടിയ കോൺഗ്രസിന്
എല്ലാവർക്കും ഷെയറും പ്ലേ ചെയ്യാം. കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് നിൽക്കുന്ന ദൃശ്യങ്ങൾ പ്ലേ ചെയ്യാം. ഒരു നിമിഷം സർ. ആ പാട്ടിൽ വിളിച്ച എത്ര അർത്ഥമുണ്ടാ? ഇതിനെ വെല്ലുവിളിക്കുന്നു. ഈ പറയുന്ന കോൺഗ്രസുകാരെ, ഉമ്മൻചാണ്ടിയുടെ മകനെ, സതീശനെ, രമേശ് ചെന്നിത്തലയെ, കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. എന്നാണ് ഉമ്മൻചാണ്ടി, എന്നാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കള്ളം പോറ്റി കയറിയത്? വ്യക്തിപരമായി എന്നോട് മറുപടി എന്നെ വ്യക്തിപരമായി നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ വ്യക്തിപരമായ ആരും ഉത്തരം പറയണ്ട. വ്യക്തിപരമായി അധിക്ഷേപിക്കരുത്. നിങ്ങൾ ആദ്യഘട്ടത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിച്ചു, ഞാൻ അതിൽ ഇടപെട്ടില്ല. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. നിങ്ങൾ ആദ്യം അന്തസ്സില്ലാതെ നീചമായി ആദ്യം ഈ ചർച്ചയിൽ പറഞ്ഞത് ഈ സോണിയാഗാന്ധിയുടെ കയ്യിൽ ബ്രേസ്ലെറ്റ് കെട്ടിയത് എന്തിനാണ് എന്ന് രാജു പി നായർ പറഞ്ഞാൽ മാത്രമേ ഞാൻ ചർച്ചയ്ക്കുള്ളൂ. രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒന്നുകൂടി ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു കെട്ടിയത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ആദ്യത്തെ ഘട്ടത്തിൽ ബ്രേസ്ലെറ്റ് ആണെന്ന് പറഞ്ഞത്? നിങ്ങൾ എങ്ങനെയാ പറഞ്ഞത്? ഇയാളെ കൊണ്ടുപോയി ഇതിലും നല്ലത് ഉറളക്കാൻ വിളിക്കാൻ ചത്തൂടെ ചായ. നിങ്ങളുടെ ധാരണ പറയാനുള്ളത് വീട്ടിൽ പോയി പറയണം. നിങ്ങളുടെ ധാരണ വീട്ടിൽ പോയി ഭാര്യയും മക്കളെ വിളിച്ചിട്ട് പറയണം. ചാനലല്ല പറയേണ്ടത്. നിങ്ങളുടെ ധാരണ പറയാം. വീട്ടിൽ പോയി ഭാര്യയും മക്കളെ വിളിച്ചിട്ട് പറയണം. അല്ലെങ്കിൽ ആ ക്ലിഫ് ഹൗസിലേക്ക് വിട്ടുപിടിച്ചോ. ആ ക്ലിഫ് ഹൗസിലേക്ക് വിട്ടിട്ട് പിണറായി വിജയനും മക്കളെ വിളിച്ചിട്ട് പറഞ്ഞോ നിങ്ങളുടെ ധാരണ. സോണിയാഗാന്ധിയുടെ മേലിലേക്ക് തന്റെ ധാരണയും കൊണ്ടുവരണ്ട കേട്ടാ. അത് വേണ്ട. തെമ്മാടിത്തരം പറഞ്ഞിട്ട് വ്യക്തിപരമായി ചർച്ച പോകേണ്ടതില്ല. രാജു പി നായർ വ്യക്തിപരമായി ചർച്ച പോകേണ്ടതില്ല. കെട്ടിയത് എന്ന് കെട്ടി, എന്താണ് കെട്ടിയത് എന്ന് കെട്ടി, അറിയാമെങ്കിൽ അത് പറഞ്ഞോളൂ. എന്ത് കെട്ടി, എന്താണ് കെട്ടിയത്, എന്നാണ് കെട്ടിയത്? ശരി, അതിന് ഏതോ ഒരു വാക്ക് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചോദ്യം ചോദിച്ചാൽ ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധരനോട് പോകില്ല. രാജു പി ഒരു നിമിഷം. ഷാബുവിന് അറിയാമെന്ന് തോന്നുന്നു. ഷാബുവിന് അറിയാമോ എന്താ കിട്ടിയത്, എന്നാ കിട്ടിയത്? എനിക്കെങ്ങനെ അറിയാമോ? ഞാൻ ഇപ്പോഴാണ് ആ ഫോട്ടോ അല്ലല്ല, കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ മതി. ഈ മനുഷ്യൻ ഇവിടെ സ്വയം വിഡ്ഢിവേഷം കെട്ടി വിഡ്ഢിത്തം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയുടെ മെറിറ്റ് മാറ്റി കൊണ്ടുപോകുന്നതിന് അരുൺകുമാർ അറിഞ്ഞോ അറിയാതെയോ വഴങ്ങുകയാണ്. ഇല്ലേ? ഇല്ലെന്നേ. അല്ലല്ല, വളരെ ഗൗരവമേറിയ ഒരു വിഷയം വന്നപ്പോൾ രാജു പി നായർ മറുപടി പറയാതെ പോയിരിക്കുന്നത് നാളെ ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കിടക്കുന്നതാണ്. ദൃശ്യങ്ങളും വാക്കുകളും പലതരത്തിൽ ഉപയോഗിക്കാം. അതുകൊണ്ട് വസ്തുതരിറ്റി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. നിലവിൽ ഇന്നലെ മുതൽ സോണിയാഗാന്ധിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രചരണമുണ്ട്. അതിൽ എന്ത് വാസ്തവം എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കണോ? നമുക്കൊരു അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. കുമാർ ഇവിടെ ഇല്ല. ഞാൻ ശരിക്കും വ്യക്തമായി സംശയിക്കുന്നു ഈ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ ഈ അനിൽകുമാറിനോട് അവർക്ക് എന്തോ പ്രത്യേക ദേഷ്യമുണ്ട് എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസവും കണ്ടു ഒരു ചാനലിൽ ചെന്നിരുന്ന് ഇതേപോലെ കടന്ന് ബഹളം വെച്ച് അവസാനം ക്ഷണിച്ചു വരുത്തിയ അവതാരകൻ ഇറങ്ങിപ്പോവല്ലേ എന്ന് പറയുന്ന കേട്ടു. ഇതിന്റെ അകത്തോടൊക്കെ ഈ വിഡ്ഢിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. അയാൾ മാത്രമല്ല. ലൈഫിലുണ്ടായിട്ടില്ല. ഇത് ഞാൻ വെറുതെ വിടില്ല. അത് ശരി. അപ്പൊ തല്ലുകൊള്ളാൻ കണക്കാക്കി തന്നെ അറിഞ്ഞിരിക്കുകയാണല്ലോ. ഞങ്ങൾ എന്തിനും തറവാടിത്തുള്ള കള്ളന്മാരാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.